Hello everyone. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ട് ഫോർ മാനേജർ ഡിസിഷൻ ഇഗ്നോയുടെ പേപ്പറാണ്. അതിലെ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്. സോ വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ +1 മുതൽ തന്നെ പഠിച്ചു തുടങ്ങുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, ഡിഫൈൻസ് അക്കൗണ്ടിങ് is the art of recording, classifying and summarizing in a significant manner and terms of money transactions and events which are in part at least of a financial character and interpreting the results thereof. സോ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ്, ഇടപാടുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിലോ ഫൈനാൻഷ്യൽ ക്യാരക്ടറുള്ള, ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഇത്തരം ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസിങ് ചെയ്യുക, അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ് ദർ ആർ recording, classifying, summarizing, and it deals with the financial transaction, analyze and interpretation, communication. These are the 6 functions performed by the accounting. Recording എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്നതാണ് റെക്കോർഡിംഗ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓൾറെഡി ഉള്ള ഡേറ്റ അക്കോർഡിംഗ് ടു ദ സിവിയർ നേച്ചർ ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ്. സോ ദാറ്റ് ഫങ്ഷൻ ഈസ് കാൾഡ് ക്ലാസിഫൈ. റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന ബുക്കിൻ്റെ പേര് ജേർണൽ ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ. വാട്ട് ഈസ് ലെഡ്ജർ? ദാറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ഒത്തിരി അക്കൗണ്ടുകളുടെ കളക്ഷനെയാണ് എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സമ്മറൈസിങ് എന്നുള്ളതാണ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുതി വെച്ചിട്ടുള്ള ജേർണൽ, ലെഡ്ജർ, ഈ കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഒരു ഫോർമാറ്റിലൊക്കെ ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് കോൾഡ് ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആർ ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് വെൽ. ഒരൊറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഡാറ്റയെ സമ്മറൈസ് ചെയ്ത് വയ്ക്കുന്നു. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് വി ക്യാൻ റെക്കോർഡ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് വി അവോയ്ഡ് ക്വാളിറ്റേറ്റീവ് ഫാക്ട്. ആൻഡ് ദെൻ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ്. After the data are entered, recorded and then classified and then summarizing, after that we prepare final accounts. Like final accounts, trading account, profit and loss account and balance sheet, and we are in a position to understand the results of that operation. That means whether the business is earn profits or incur loss, and what are the financial positions of the business in terms of assets, liabilities and capital. Then next communicates. Communication എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ after we get the result, we communicate that fact, that information to the various interested parties of business. So owners are one of the parties, management are there, shareholders are there, then investors are there, then researchers, society, employees, creditors, banks, all these groups are interested in business matters. Then next objectives of accounting. Accounting in the objectives are to maintain records of business. Then അടുത്തത് പറയാനുള്ളത് calculation of the profit or loss. എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്, ജേർണൽ, ലെഡ്ജർ, അല്ലേ, ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ആസ് പെർ ലോ നമ്മളിതെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കണം. കോർട്ട് ഓഫ് ലോയിൽ നമുക്ക് വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ആസ് എ സ്ട്രോങ് എവിഡൻസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ prevent and detection of errors and frauds. And calculation of the profit or loss. By preparing income statements, we are in a position to understand whether the earn profits or loss. Then അടുത്തത് depiction of financial position. Business in the financial position in terms of the assets, liabilities and capital. It shows its financial position through
preparing balance sheet or position statement. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ദെൻ അടുത്തത് ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു ദ വാരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. ഈ വിവരങ്ങൾ വിവിധ ഗ്രൂപ്പുകളുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ദെൻ അടുത്തത് ഹൂ ആർ ദി ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ആരൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്ന ഗ്രൂപ്പ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So, internal users are there and external users are there. Internal users, owners are there. Then management are there. Then employees and external groups include potential investors, creditors, banks, government, customers, and security analysis and advertisers. These are the groups are interested in business matters. Then branches of accounting. Mainly there are three branches of accounting: financial accounting, cost accounting, and management accounting. So mainly three branches of accounting: financial, cost, and management accounting. So what is financial accounting? Financial accounting is an art of recording, classifying. That's already discussed in the first part, that is financial accounting. Then types of accounting information or branches of accounting, that's already financial accounting, that's already we discussed there. So origin of accounting. So financial accounting is the origin form of accounting, and the main aim of financial accounting is to find out the results of the operation. That means whether the business achieves success or failure, and to provide information about the financial position. Then അടുത്തത് management accounting. It mainly provides accounting information that is useful to management in order to have a position to take various decisions regarding the business matters. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എന്തെല്ലാം തരത്തിലുള്ള ഇൻഫോർമേഷനാണോ വേണ്ടത്, ദാറ്റ് പ്രൊവൈഡഡ് ത്രൂ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. Then cost accounting is the process of accounting for കോസ്റ്റുകളുടെ അക്കൗണ്ടിങ്. അതായത് ചെലവുകൾ എങ്ങനെയൊക്കെ ചെയ്യണം, എത്ര ചെലവ് കണ്ടുവരും, ഓരോ പെർ യൂണിറ്റ്, പെർ പ്രോസസ്സ്, പെർ ബാച്ചസ്, അല്ലേ, പെർ പ്രൊഡക്റ്റ് വൈസ് ഓർ പെർ സർവീസ് വൈസ്, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പെർ ജോബ് വൈസ്, കോൺട്രാക്ട് വൈസ്, ഇങ്ങനെ ഓരോ തരത്തിൽ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നു, കോസ്റ്റ് എലമെൻറ്റ് വൈസ് നമ്മൾ കോസ്റ്റ് കാൽക്കുലേഷൻ നടക്കുന്നത് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദ മെയിൻ എയിം ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ടു കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. Then അടുത്തത് functions or advantages of cost accounting: to find out the cost of products or services, to reduce waste and cost of production, and it helps to compare cost of different periods and to prepare tenders and quotation. So next, what are the functions of the management account? It helps in the planning and forecasting. Like future-ലോട്ടുള്ള plans, whether it is short-term or long-term planning, with the help of management accounting, we can prepare all the plans and forecast about our future, forecast our sales, forecast our advertisement expenses, forecast our revenue, all these things that can be done through management accounting. Then അടുത്തത് modification and verification of data, communication, analysis and interpretation of data, helps in coordination, helps in control, and helps in decision making. These are the functions performed by the management accounting. Then next we have to discuss about the limitations of accounting. Accounting in the limitations are already we know that any thing happened that should be recorded in books of account. So all transaction that is happened really, that can be recorded in books of account. So we can see that it is historical in nature, അല്ലേ. കഴിഞ്ഞു പോയ കാര്യങ്ങളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ചിലർ പറയാറുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് there's no use because the present situation or
future situation that is entirely different from our past അല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് we can't estimate or we can predict the things according to the basis of our past data. Then next it provides informations about the concerns as a all. മൊത്തത്തിലുള്ള റിസൾട്ടാണ് ഇത് തരുന്നത്, അല്ലാതെ ഓരോ പ്രോഡക്റ്റ് വൈസ് ഓർ ആക്ടിവിറ്റി വൈസ് വി കനോട്ട് ഗെറ്റ് ദി റിസൾട്ട്. ആൻഡ് റെക്കോർഡ്സ് ഇൻഫോർമേഷൻ വിച്ച് ക്യാൻ ബി ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷേർഡ്. ഓൺലി ഫൈനാൻഷ്യൽ ക്യാരക്ടറുള്ള ഡേറ്റ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ തരുന്നുള്ളൂ. ഓൺലി ഫൈനാൻഷ്യൽ ഡാറ്റ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. Then അടുത്തത് it records show only actual cost figures. The real value may be different from time to time. ആക്ച്വലി നമുക്ക് ഒരു പ്രൊഡക്ട്സ് മേടിച്ചു അല്ലെങ്കിൽ ഒരു പ്ലാന്റ് മേടിച്ചു, അതിന് എത്രയാണോ ക്യാഷ് വരുന്നത് ദാറ്റ് ഈസ് റെക്കോർഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമുക്കറിയാം ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഓരോ അസറ്റ്സിൻ്റെയും മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യും അല്ലേ. പീരിയഡ് വൈസ് ആണെങ്കിൽ ടൈം ടു ടൈം അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബട്ട് വി കനോട്ട് കൺസിഡർ ദീസ് ചേഞ്ചസ് ഇൻ അവർ അക്കൗണ്ടിങ് ബുക്സ്. ദെൻ യൂസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് റെഡ്യൂസസ് ദ റിലയബിലിറ്റി ഓഫ് ദി അക്കൗണ്ട്സ്. ചില ഐറ്റംസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ചില ഐറ്റംസിൽ ദർ ആർ ലോട്ട് ഓഫ് മെത്തേഡ്സ് ടു കാൽക്കുലേഷൻ for their calculation. In case of stocks, in case of depreciation, there are so many methods are there. അപ്പോൾ ഏത് മെത്തേഡിലും നമുക്ക് ഈ ഒരേ റിസൾട്ട് അല്ല കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡുകൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ കൺസിസ്റ്റൻസി പോകും, പിന്നെ അതിൻ്റെ റിലയബിലിറ്റി ഒക്കെ കുറയും. ദെൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ്. എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സം ജനറൽ ലോ ഓർ റൂൾ അഡോപ്റ്റഡ് ആസ് എ ഗൈഡ് ടു ആക്ഷൻ. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന സം ജനറൽ ലോ അല്ലെങ്കിൽ റൂളിനെയാണ് ഇത് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, അതിൽ നമുക്ക് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ പഠിക്കുമ്പോഴേ നിങ്ങളുടെ ബുക്സിൽ ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കോൺസെപ്റ്റ് അറ്റ് ദി റെക്കോർഡിംഗ് സ്റ്റേജ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്റ്റ് അറ്റ് ദി റെക്കോർഡിംഗ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ കോൺസെപ്റ്റ് അറ്റ് ദി റിപ്പോർട്ടിംഗ് സ്റ്റേജ്. രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അത്. ആ രീതിയിൽ തന്നെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകും. അപ്പോൾ കോൺസെപ്റ്റ് അറ്റ് ദി റെക്കോർഡിംഗ് സ്റ്റേജിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉണ്ട്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കോൺസെപ്റ്റ് ഉണ്ട്, കോസ്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്, ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്. There are 5 concepts that we used at the recording stages. First one, business entity concept. What is business entity concept? Business is separate from the owners of the business. Business where owners where. That concept is called business entity concept. It represents one of the company and the owners are the two independent entities. So legally ഒരു ലീഗലി ഡെവലപ്ഡ് ആവുന്ന ഒരു വ്യക്തിയാണ് കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പേരിൽ അസറ്റ്സ് മേടിക്കാം, ലയബിലിറ്റീസിൽ ഒബ്ലിഗേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ദെൻ അടുത്തത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്? ഓൺലി ദോസ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ദാറ്റ് recorded in our books of account. Then historical cost concept എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ all transactions should be recorded at their acquisition cost. ഏത് രൂപയ്ക്കാണോ എത്രയ്ക്കാണോ നമ്മൾ മേടിച്ചിട്ടുള്ളത് അതിന് മാത്രമേ അത് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ആ ഒരു കോൺസെപ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ്സ് കാര്യങ്ങൾ എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റിലാണ്. ദെൻ അടുത്തത് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദി പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ പർച്ചേസ്ഡ്. ഏത് വിലയ്ക്കാണോ അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ വിലയ്ക്ക് തന്നെ അത് രേഖപ്പെടുത്തണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ദർ ആർ 2 ആസ്പെക്ട്സ് ഇൻ ഈച്ച് ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് ഡെബിറ്റ് ആസ്പെക്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഡെബിറ്റ് ആസ്പെക്റ്റ് റിസീവിങ് ആസ്പെക്റ്റ് ആണ്. ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഗിവിങ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇക്വേഷൻ ഇസ് കോൾഡ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ദെൻ കോൺസെപ്റ്റ് അറ്റ് ദി
Time of reporting stage. Reporting stage mainly there are 6 concepts are used. Going concern concept, accounting period concepts are the matching concept, conservation, consistency, full disclosure concept. So what is going concern concept? According to going concern concept, that is assumed that business will last for a long period of time. ബിസിനസ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലോട്ടല്ല നമ്മൾ എക്സിസ്റ്റ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര 2 years 3 years എന്ന് പറഞ്ഞിട്ടല്ല, അത് എത്ര കാലം നിൽക്കാൻ പറ്റുമോ അത്രയും കാലം നിൽക്കും എന്നുള്ളൊരു ബേസിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ്, അതിനെ ബേസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ അസറ്റ്സിന് ഒറിജിനൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്, പിന്നീടുള്ള ഓരോ വർഷങ്ങളിലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ്, അക്രൂഡ്, ഇങ്ങനെയുള്ള അസംഷൻസ് ഒക്കെ വരാനുള്ള കാരണം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. ദെൻ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് അറ്റ് എ റെഗുലർ പീരീഡ് ഓഫ് regular interval of time period. Here in our country we take it as 1 year, that is from April 1st to March 31st is the accounting period. 12 months ആണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഓർ എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദി റവന്യൂ ഓഫ് ദാറ്റ് പീരീഡ്. കോസ്റ്റും റവന്യൂയും തമ്മിലൊരു ഈക്വല് ആയിട്ട് പോകണം എന്നുള്ളതാണ്. ദെൻ കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ പ്രകാരം ആൻറ്റിസിപ്പേറ്റഡ് ആയ പ്രോഫിറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഭാവിയിൽ നമുക്ക് ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അക്കൗണ്ട് ബുക്കുകളിൽ എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ, പക്ഷേ ഭാവിയിൽ ഉണ്ടാകുന്ന നഷ്ടം അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അതിനെതിരെ എന്തെങ്കിലും നടപടികൾ ചെയ്യണം. ബാഡപ്സ്, പ്രൊവിഷൻ ഫോർ ബാഡപ്സ് ഉണ്ടാവും, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുന്നു, അതിനെതിരെ നമ്മൾ പ്രിക്വേഷൻ എടുക്കുന്നു, അതിനൊക്കെയാണ് നമ്മൾ ഈ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അതാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസ്. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്താണ്? കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സേസ് ദാറ്റ് ബിസിനസ് ഷുഡ് മെയിൻറ്റെയിൻ ദ സെയിം അക്കൗണ്ടിങ് മെത്തേഡ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ത്രൂ ഔട്ട് ദ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡ് മൊത്തത്തിൽ സെയിം പ്രിൻസിപ്പിൾസ് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ചില സമയങ്ങളിൽ സ്റ്റോക്ക് ഡിപ്രീസിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ത്രൂ ഔട്ട് ദ ഇയർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോളോ ചെയ്യണം. ദെൻ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് റിഗാർഡിങ് ദ ബിസിനസ് എന്നുള്ളതാണ്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും എന്ത് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം എന്ന് പറയുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ അടുത്ത നമുക്ക് പറയാനുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് ഓഫ് ഇന്ത്യ ICAI ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ്സ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത് ഒന്ന് യൂണിഫോമിറ്റിയാണ്. എല്ലാവരും ഒരേ രീതിയിൽ ചെയ്യണം എന്നുള്ളത്, എല്ലാ റിലവൻ്റ് ആയ ഇൻഫോർമേഷൻ അതിലൂടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. കൂടാതെ നമുക്ക് മറ്റു കമ്പനികളുടെ റിസൾട്ട്സുമായിട്ട്, സിമിലർ ആയിട്ടുള്ള എൻ്റർപ്രൈസുകളുടെ റിസൾട്ട്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. കൂടാതെ ഇൻ്റർനാഷണൽ ട്രേഡ്, കോമേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്തിരിക്കണം. പിന്നെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള സ്കോപ്പ്, അതും സാധ്യതകളും ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഓബ്ജക്റ്റീവ്സ് ആണ്, ഒന്ന് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും, ട്രാൻസ്പെറൻസി, കൺസിസ്റ്റൻസി, റിലയബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻഷുവർ ചെയ്യുന്നു. കൂടുതൽ മീനിങ് ഫുൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കുന്നു, യൂസ്ഫുൾ ആക്കുന്നു.
കൂടാതെ കമ്പനിയുടെ ഓവറോൾ ക്വാളിറ്റി ഓഫ് പ്രസൻറ്റേഷൻ റിപ്പോർട്ടിംഗ് എൻഷുർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് 1-ലുള്ളത്. യൂണിറ്റ് 1 നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് യൂണിറ്റ് 1. കംപ്ലീറ്റ് തിയറി ബേസ് ആണ്. സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫ്രം ദി ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് പോവാം. ഓക്കെ.